ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഫോട്ടോകൾ കട്ട് ചെയ്യാൻ പലതരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഫോട്ടോകളാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യുന്നു എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇമേജ് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ, അതായത് നമ്മൾ ഇറേസർ ടൂൾ എടുക്കും. ഇറേസർ ടൂളിലെ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ എടുത്തത് ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മളിങ്ങനെ ഇറേസ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഇറേസ് ചെയ്യുമ്പോൾ ഈ ബ്ലാക്ക് മാത്രം പോകും. അപ്പോഴും ഈ ഒരു ഫോട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്താൽ ഇതൊരു ഫിനിഷിംഗ് ഇല്ലാത്ത രീതിക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ചെയ്യാൻ പറ്റുന്നത്, നമ്മളിവിടെ നോർമൽ എന്നതിൽ പോയിട്ട് നമ്മളിവിടെ മോഡ് മാറ്റി നോക്കും. സ്ക്രീൻ അല്ലെങ്കിൽ ലൈറ്റർ, കൂളർ എന്നൊക്കെ പറയുന്ന എഫക്റ്റുകൾ കൊടുത്ത് നോക്കും. ബ്ലെൻഡിങ് മോഡ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഇമേജ് പൂർണ്ണമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫിനിഷിങ്ങിൽ കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇന്ന് ഈ ഇമേജ് എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഇമേജിൻ്റെ ഒരു കോപ്പി എടുക്കണം. അപ്പോൾ നമ്മൾ Ctrl+J കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. ഒരു കോപ്പി എടുത്തതിന് ശേഷം ആ കോപ്പി എടുത്തതിൻ്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ കൺവേർട്ട് ടു സ്മാർട്ട് ഓബ്ജക്റ്റ് എന്നത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഈ ഒരു ബോക്സിനകത്ത് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇമേജ് പുതിയൊരു വിൻഡോയിൽ ഓപ്പൺ ആയി വരും. ഇങ്ങനെ ഓപ്പണായി വന്നതിന് ശേഷം നമ്മൾ നേരെ ഇമേജ് എന്നതിൽ മോഡ്, അതിൽ ഗ്രേ സ്കെയിൽ എന്നത് കൊടുക്കുക. അപ്പോൾ ഇത് ഗ്രേ സ്കെയിൽ ആയിട്ടുണ്ട്. ഗ്രേ സ്കെയിൽ ആക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഇമേജിൽ പോയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ ലെവൽസ് എന്നത് കൊടുക്കുക. അപ്പോൾ ലെവൽസ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി വരും. അതിലിവിടെ ചാനൽ എപ്പോഴും ഗ്രേ ആയിരിക്കും. നമ്മൾ ഗ്രേ സ്കെയിൽ ആക്കിയത് കൊണ്ട് ഇവിടെ പ്രീസെറ്റ് എപ്പോഴും ഡിഫോൾട്ട് ആയിരിക്കും, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡാർക്കിന് ഡാർക്ക്, ലൈറ്റ്, മിഡ് ടോൺ അങ്ങനെ 3 പോയിന്റുകൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഡാർക്ക് പോയിന്റിനെ ഈ ഒരു ഷെയ്ഡ് വരുന്ന അത്രയും ഭാഗത്തേക്ക് ഒന്ന് ഇങ്ങനെ നീക്കി വയ്ക്കുക. ഇത്രയും ഭാഗത്തേക്ക് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം ഇവിടെ ഹൈലൈറ്റ് മോഡിൻ്റെ ഈ ഒരു ബട്ടൺ നമ്മൾ ഇടതുവശത്തേക്ക് ഇങ്ങനെ നീക്കി ഈ ഒരു പോയിന്റ് വരുന്ന ഇത്രയും ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കുക. ഏകദേശം അങ്ങനെ ഒരു കണക്കാക്കി വെച്ചതിന് ശേഷം ഇനി ഇവിടെ നമുക്ക് മിഡ് ടോൺ എന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് നമ്മൾ വലത് ഭാഗത്തേക്ക് നീക്കി ലൈറ്റൻ പോയിന്റിൻ്റെ ആ ഒരു അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നീക്കി വയ്ക്കുക. അപ്പോൾ ഇതുപോലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. കിട്ടിയതിന് ശേഷം നമ്മളിവിടെ ഔട്ട്പുട്ട് ലെവൽ 255 ആയിരിക്കാനും ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ഇത്രയും ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇമേജ് എന്നതിൽ മോഡിൽ പോയി ആദ്യത്തത് ബിറ്റ് മാപ്പ് എന്നത് കൊടുക്കുക. ബിറ്റ് മാപ്പ് കൊടുത്തതിന് ശേഷം അപ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം ബിറ്റ് മാപ്പിൻ്റെ ചെറിയൊരു വിൻഡോ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് എപ്പോഴും 72 ആയിരിക്കും, പിക്സൽ ഇഞ്ച് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ടത് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഹാഫ് ടോൺ സ്ക്രീൻ ആയിരിക്കണം, അല്ലെങ്കിൽ അത് നമ്മളത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ വീണ്ടും ചെറിയൊരു വിൻഡോ ഇവിടെ ഓപ്പണായി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസിക്കും ആംഗിളിനും 2 എമൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. എപ്പോഴും 36, 26 നല്ലൊരു എമൗണ്ട് ആയിട്ടായിരിക്കും കിട്ടുന്നത്, നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇവിടെ ലൈൻസ് ഇഞ്ച് എന്നത് ആയിരിക്കും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഷേപ്പ് എന്നതിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഒന്നുകിൽ റൗണ്ട് അല്ലെങ്കിൽ ലൈൻ ആയിരിക്കും കൂടുതൽ ബെറ്റർ നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ലൈൻ എന്നത് കൊടുക്കുകയാണ്. ലൈൻ എന്നതിന് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇമേജിനെ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് ആ ഗ്രേ സ്കെയിൽ ആക്കിയ ഫയലിനെ നമുക്ക് ഇതുപോലെ കിട്ടും. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ Ctrl+W പ്രസ് ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ Ctrl+S കൊടുത്ത് സേവ് ചെയ്യാം. Ctrl+W കൊടുത്ത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളത് S കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒറിജിനൽ പേജിലേക്ക് വീണ്ടും ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോഴത്തേക്കും ഇതാണ് നമ്മളെടുത്ത ഇപ്പോൾ ഗ്രേ സ്കെയിൽ ആക്കിയ ആ ഒരു വൈറ്റ് ഇമേജ്. ഇവിടെ നമ്മൾ ഒറിജിനൽ ഇമേജും ഉണ്ട്, ഇവിടെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിനെ ഞാൻ ഹൈഡ് ചെയ്തിരുന്നു. ഹൈഡ് ചെയ്തിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ഗ്രേ സ്കെയിൽ ആക്കി ആ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം വിൻഡോസിൽ നിന്നും ചാനൽസ് എന്ന ഓപ്ഷൻ എടുക്കണം. വിൻഡോസിൽ നിന്ന് ചാനൽസ് എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം അപ്പോൾ ഇവിടെ ഇതുപോലെ 4 ഓപ്ഷൻ നമുക്ക് കാണാം. RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ കാണാം. അപ്പോൾ ബ്ലൂ എന്നത് സെലക്ട് ചെയ്യുക. ബ്ലൂ എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴേക്ക് വരുമ്പോൾ ഇവിടെ ലോഡ് സെലക്ഷൻ്റെ ഒരു റൗണ്ട് സെലക്ഷൻ എംബ്ലം കാണാം. അപ്പോൾ അതിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഇതുപോലെ സെലക്ഷൻ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്.
ഈ സെലക്ഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ വീണ്ടും RGB എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. RGB എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. RGB എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ലെയർ ഓപ്ഷൻ എടുക്കുക. F7 എടുത്ത് ലെയർ ഓപ്ഷൻ എടുക്കുക. ലെയർ ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഗ്രേ സ്കെയിലാക്കി ഈ സെലക്ഷൻ നിൽക്കുന്ന ഈ ഒരു ലെയറിനെ നമ്മളിവിടെ ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഹൈഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒറിജിനൽ ലെയർ സെലക്ട് ചെയ്യുക. ഒറിജിനൽ ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ താഴെ മാസ്ക് ഓപ്ഷൻ ഉണ്ട്, മാസ്ക് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ഇമേജ് ഇവിടെ PNG ഫയലായിട്ട് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് നമുക്കിവിടെ PNG ഫയലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജിനെ എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. എനേബിൾ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഒരു PNG ഫയല് ഇതുപോലെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഇമേജ് നമുക്ക് നമ്മുടെ വർക്കിനനുസരിച്ച് നമ്മൾ വലുതാക്കിയോ ചെറുതാക്കിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ കൊണ്ടുപോയി ഞാനിപ്പോൾ ഇത്രയും വലുതാക്കി വെച്ചിട്ടുണ്ട്. വലുതാക്കി വെച്ചതിന് ശേഷം ഇവിടേക്ക് ഇങ്ങനെ ഷെയ്ഡ്, ഈ ഷർട്ടിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് കൂടി ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇമേജിനെ നമ്മളിവിടെ FXൽ പോയിട്ട് ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്നത് കൊടുക്കുക. ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്നത് കൊടുത്തതിന് ശേഷം ഇവിടെ അണ്ടർലൈൻ ലെയറിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു പോയിന്റിൽ കീബോർഡിലെ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ രണ്ടായിട്ട് പാർട്ടാക്കും. ആ രണ്ട് പാർട്ടിൽ വലതേ പാർട്ടിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് നീക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുക്കാം. ഇത്രയും ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ ആ ഒരു ഷർട്ടിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്ന ഭാഗത്ത് ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കൂടി കയറി അതൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇമേജിനെ, ബ്ലാക്ക് ഷെയ്ഡുള്ള ഇമേജിനെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് PNG ഫയലാക്കി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഇതുപോലെ മറ്റൊരു എഫക്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം.